ആകെയുള്ള 26 പ്രതികളിൽ 25 പേരുടെയും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അതോടെ EDയെ ആക്രമിച്ചത് CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായി മാറുകയാണ്. ഇതിലേറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് CPM എന്ന പാർട്ടിയുടെ ഓഫീസിനെതിരെ കള്ളപ്പണത്തിൻ്റെ കള്ളപ്പരാതി ഉണ്ടാക്കി ആ ഓഫീസ് പിടിച്ചെടുക്കാൻ വന്നതല്ല ED. പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ മകൾ ഒരു കരിമണൽ കമ്പനിയുമായി ചേർന്ന് കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ വ്യക്തമായ തെളിവ് കയ്യിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനും പരിശോധന നടത്താനുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിണറായിയുടെ മകൾ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയത്. അതിന് നേരെയാണ് CPM നേതാക്കൾ അടങ്ങുന്ന സംഘത്തിൻ്റെ ഗുണ്ടാ പ്രവർത്തനമുണ്ടായത്. ഇവരെ വിഡ്ഢികൾ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ എന്നറിയില്ല. പിണറായി വിജയൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്ന പദവിയും കൊടിവച്ച കാറും കണ്ടോൺമെൻറ് ഹൗസ് എന്ന ബംഗ്ലാവും ഒക്കെ ഉണ്ട്. എന്നാൽ പ്രതികളായ 25 പേരുടെ വീട്ടിൽ ഉറ്റവരും ഉടയവരും 66 ദിവസമായി കാത്തിരിക്കുകയാണ്. ഒന്നീ പ്രതികളായ സ്വന്തം ഭർത്താവും അല്ലെങ്കിൽ മക്കളെയും കാത്തിരുന്നു കൊണ്ടവർ ജീവിതം കഴിച്ചുകൂട്ടുകയാണ്. ഇത് സർക്കാരിനെതിരെയുള്ളൊരു കേസായതുകൊണ്ടും ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും കയ്യിൽ കിട്ടിയതുകൊണ്ടും ഈ പ്രതികൾക്ക് ഇനി കോടതിയിലും വലിയ ശിക്ഷ ലഭിക്കാൻ തന്നെയാണ് പോകുന്നത് എന്നുറപ്പാണ്. ചില നിയമവിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഏകദേശം 10 വർഷം വരെ തടവ് ലഭിക്കാം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒട്ടുമിക്ക ഈ തടവുകാരും 30 മുതൽ 50 വരെയൊക്കെ പ്രായമുള്ളവരാണ്. അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസമേകേണ്ടുന്ന ഒരു സമയത്ത് പിണറായി വിജയൻ എന്ന ഒരു തട്ടിപ്പ് നേതാവിൻ്റെ ഗുണ്ടകളായി മാറി എല്ലാവരും ഇപ്പോൾ അകത്ത് കിടക്കുകയാണ്. ഇപ്പോൾ ഇത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ കാരണം, പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിലെ 1-ാം പ്രതി നിതിൻ രാജിൻ്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു. ഈ പ്രതികൾ സമൂഹത്തിന് വലിയ ആപത്ത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതെന്നും അത് ഈ സമൂഹത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചുവെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരം കുറ്റങ്ങളെ ചെറുതായി കാണാൻ ഒരിക്കലും കഴിയില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. EDയുടെ പരിശോധന ആരംഭിച്ച് 5 മണിക്കൂറിനകം 300 പേർ പ്രതിയാകുന്ന തരത്തിൽ ഒരു ആക്രമണ സംഭവം അവിടെ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ല എന്ന് വിശ്വസിക്കാനാകില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ആ വാദവും കോടതി അംഗീകരിച്ചു. 1-ാം പ്രതി വാഴോട്ടുകോണം സ്വദേശി നിതിൻ രാജ് 68 ദിവസമായി അങ്ങനെ ജയിലിലാണ്. ഇതുവരെ പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയനും മകൾക്കും വേണ്ടി ഗുണ്ടാപ്പണി ചെയ്ത നേതാക്കളെ മുഴുവൻ നാടിന് ആപത്ത് എന്ന് മുദ്ര കുത്തിയിരിക്കുന്നു. കേസിൽ പിടിയിലായ 26 പേരിൽ 25 പേരുടെയും ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുകയാണ്. അതിൽ 9-ാം പ്രതി ഹരീഷ് കുമാറിന് മാത്രമാണ് ജാമ്യം ലഭിച്ചത്. കൂടാതെ കേസിലെ 25-ാം പ്രതി ഉണ്ണികൃഷ്ണന് പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മാത്രം 30-ാം തീയതി വരെ ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ട്. ആ അച്ഛൻ്റെ മരണവും മകൻ ജയിലിൽ കിടക്കുമ്പോഴാണ് എന്നോർക്കണം. ഇതെല്ലാം ചെയ്യിപ്പിച്ച പിണറായിക്കും പിണറായിയുടെ ഇടതും വലതും നിൽക്കുന്ന ബിനാമി നേതാക്കൾക്കും ഒരു കുഴപ്പവുമില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ്. പാവങ്ങളെ തെരുവിലിറക്കി ആക്രമണം നടത്തിച്ച് ജയിലിൽ കിടത്തുമ്പോഴും കൊടിവച്ച കാറിൽ അഭിരമിക്കുന്ന പിണറായി രാഷ്ട്രീയം ഇതോടെ അവസാനിക്കാൻ പോവുകയാണ്.